പുതിയ പ്രഭാതത്തിനായും ഈ പുതിയ ദിവസത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തനിമയിലേക്കുന്ന കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ ആരംഭഭാഗം. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിന് എന്തെല്ലാം ആയിരുന്നു അനുഭവം എന്നുള്ളതും ഇവിടെ വ്യക്തമാക്കുന്നു. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ദൈവവചനം, യഹോവയുടെ വചനം ദുർലഭമായിരുന്ന ഒരു കാലം. യഹോവയുടെ വചനം എന്തിനാണ് ദൈവം വചനം നമുക്ക് നൽകിയത്? 119-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. 119-ാം സങ്കീർത്തനം 50-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. കഷ്ടതയിൽ മനുഷ്യനെ ജീവിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ വചനം ദൈവം നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വെറും ഉപജീവന മാർഗം അല്ല, അതിലുപരി നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ജീവൻ നശിച്ചു പോകാതെ ഇരിക്കുവാൻ ദൈവവചനം നമ്മളെ സഹായിക്കുന്നു. കാരണം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് കഷ്ടത. ആ കഷ്ടതയിൽ നിന്നും മോചനം ലഭിക്കുവാൻ, ആശ്വാസം ലഭിക്കുവാൻ നമുക്ക് ദൈവവചനത്തിലല്ല ആശ്രയിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. നമ്മുടെ സ്വപ്രയത്നം കൊണ്ടോ ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ടോ ഒന്നും നമുക്ക് കഷ്ടതയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നില്ല. നമ്മുടെ രക്ഷപ്പെടുവാനുള്ള നാം അവലംബിക്കുന്നതായ മാനുഷികമായ മാർഗങ്ങളൊക്കെയും നമ്മളെ വെറും മരുഭൂമിയിലെ മരുപ്പച്ചയിലേക്ക് നയിക്കുന്നത് മാത്രമാണ്. ആത്യന്തികമായി നാം സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നില്ല. ശമൂവേൽ എന്ന ബാലൻ വളരുന്നത് ശീലോവിൽ ഏലി എന്ന പേരുള്ള ഒരു പുരോഹിതനോടൊപ്പം. ആ പുരോഹിതൻ്റെ കുടുംബജീവിതം വളരെ മാതൃകാദോഷം കാണിക്കുന്ന ഒരു കുടുംബമായിരുന്നു. 2 മക്കളുണ്ട്. 2 മക്കൾക്ക് ദൈവഭയമില്ലാത്ത ഒരു തലമുറയായിരുന്നു. ദൈവാലയത്തെ അവർ ഉപജീവന സ്ഥലമായി കണ്ടു. എന്നാൽ അത് തെറ്റായ രീതിയിൽ ദൈവാലയത്തിലെ നടപടികളെ അവർ വിനിമയം ചെയ്തു. ദൈവാലയത്തെ ഭയത്തോടും ഭക്തിയോടും നമുക്ക് പെരുമാറിയില്ലെങ്കിൽ നമുക്കത് ശിക്ഷാവിധിയാകും. കാരണം ദൈവം വസിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വരുന്ന യാഗവസ്തുക്കളെ കൊണ്ട് അവർ ദുർവിനിയോഗം ചെയ്ത് അവരുടെ ശരീരങ്ങളെ അവരെ കുഴിപ്പിച്ചു, ശരീരങ്ങളെ അവരെ സന്തോഷിപ്പിച്ചു. അതായിരുന്നു അവർ വന്ന തെറ്റ്. ഏലി പുരോഹിതൻ ഇവയെക്കുറിച്ച് അറിഞ്ഞു എങ്കിലും അവരെ ശാസിച്ചു എങ്കിലും പുരോഹിതൻ്റെ ശാസന അവർ കൂട്ടാക്കിയില്ല. ദൈവികമായുള്ള ഉപദേശം പിതാവ് അവർക്ക് നൽകി. മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനോട് പാപം ചെയ്താൽ
അവന് വേണ്ടി ദൈവത്തോടെ അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും? ഇത് പുരോഹിതൻ അവരെ ഓർപ്പിക്കുന്നുണ്ട്. ആ വാക്കുകളെയൊക്കെയും അവർ അഗണ്യമായി എടുത്തു. ദൈവാലയത്തിൽ വരുന്ന യാഗവസ്തുക്കൾ അവരെ തന്നെ കുഴിപ്പിക്കുവാൻ, അവരിൽ തന്നെ പ്രസാദിക്കുവാൻ അവർ ഉപയോഗിച്ചു. ഫലമോ അവർക്ക് ദാരുണമായ അന്ത്യമാണ് മക്കൾക്ക് ലഭിച്ചത്. അത് വിവരിച്ച ശേഷമാണ് 3-ാം അധ്യായത്തിൽ ശമൂവേൽ ബാലൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നത്. ദൈവാലയത്തിൽ വളരുന്ന ശമൂവേൽ ബാലൻ, ആ ബാലനെ ദൈവം അവൻ്റെ മാതാവിന് നൽകി. മാതാവ് ആ പൈതലിൻ്റെ മുലകുടി മാറിയ ശേഷം അവനെ ദൈവാലയത്തിൽ വളരുവാൻ പുരോഹിതനെ ഏൽപ്പിച്ചു. ഒരു പുരോഹിതൻ്റെ സംരക്ഷണയിൽ ദൈവ ആലയത്തിൽ വളരുന്ന ഒരു പൈതൽ, ആലയത്തിലെ ആചാരപ്രകാരമുള്ള ശുശ്രൂഷകളൊക്കെ ഈ പൈതൽ ചെയ്യുന്നുണ്ട്. വിളക്ക് തെളിക്കുന്നുണ്ട്, പുരോഹിതൻ്റെ ആഗ്രഹം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബാലന് പുരോഹിതൻ്റെ അടുക്കൽ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. ഏത് രാത്രിയിലും കടന്നു ചെല്ലുവാൻ, പുരോഹിതൻ്റെ അടുക്കൽ കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം വരെ പുരോഹിതൻ്റെ അടുക്കൽ ഈ ശമൂവേൽ ബാലന് ലഭിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ദൈവം ശമൂവേലിനെ പ്രത്യക്ഷനായി അവിടെ വരുവാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ശമൂവേൽ ബാലനോട് ദൈവം അരുളി ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമ്മളെ ഓർപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ വീഴ്ചയുടെ കാരണം ദൈവവചനം ദുർലഭമായിരുന്നു. ദൈവവചനം ദുർലഭമായിരിക്കുമ്പോൾ, ദൈവവചനത്തിന് പ്രാധാന്യം നൽകാത്തപ്പോൾ, ദൈവവചനം നമ്മളെ നേരായ മാർഗത്തിൽ വഴി നടത്താൻ നാം അനുവദിക്കാത്തപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതിന് ഒരു മുന്നറിയിപ്പാണ് ഈ ഭാഗം. ദൈവാലയത്തിൽ വളരുന്ന ഒരു ബാലൻ, ഒരു പുരോഹിതൻ്റെ സംരക്ഷണയിൽ വളരുന്ന ബാലൻ, ദൈവഭവനത്തിലെ ശുശ്രൂഷ ചെയ്ത് വളരുന്ന ഒരു ബാലൻ. ആ ബാലനെക്കുറിച്ച് ഇതിൽ കൂടുതൽ നമുക്കെന്താണ് പറയുവാനുള്ളത്? അവൻ ദൈവഭവനത്തിൽ വളരുന്നു, പുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. അവൻ്റെ അമ്മ അവനെ ദൈവാലയത്തിൽ നൽകുവാനായിട്ട് ദൈവാലയത്തിൽ ഏൽപ്പിച്ചു. ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച ഒരു ബാലൻ. മക്കൾ യഹോവ നൽകുന്ന ദാനമാണെന്ന് ഹന്ന വെളിപ്പെടുത്തി തരിക. ദൈവത്തിൻ്റെ ദാനത്തെ ദൈവത്തിന് വേണ്ടി കൊടുത്തൊരു മാതാവ്, ആ മാതാവിൻ്റെ സമർപ്പണം. എന്നാൽ ദൈവവചനം ദുർലഭമായിരുന്നതുകൊണ്ട് ശമൂവേൽ ബാലൻ 7-ാം വാക്യത്തിൽ, 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. വളരുന്നത് ദൈവ ആലയത്തിൽ, അവനെ വളർത്തുന്നത് ഒരു പുരോഹിതൻ. അവൻ്റെ ജോലി ദൈവാലയത്തിലെ ശുശ്രൂഷ. പക്ഷേ ദൈവത്തെ അറിയുവാൻ അവന് അവസരം ലഭിച്ചില്ല. നമ്മുടെ കാലഘട്ടവുമായി ഈ സാഹചര്യത്തെ ഒന്ന് തട്ടിച്ചു നോക്കിയാൽ നമുക്കെന്താണ് മനസ്സിലാകുന്നത്? ദൈവവചനം നാം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്?
ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നുവോ അതോ ഈ മർത്യായുസിൻ്റെ പല നേട്ടങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കുന്നുവോ? ദൈവത്തിന് പ്രസാദമുള്ളത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ നെട്ടോട്ടം ഓടുകയാണോ നാം ചെയ്യുന്നത്? എന്തിനാണ് നാം ദൈവവചനം നമ്മൾ പഠിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നത്? ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ഈ മർത്യായുസിൻ്റെ ജീവനല്ല, നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. 119 സങ്കീർത്തനത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്, ദൈവവചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ദൈവവചനം പഠിക്കുകയും അതിനെ ആചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ ജീവൻ വർദ്ധിച്ചു വരുന്നു. ദൈവവചനത്തിൽ കൂടെ നമ്മുടെ ജീവനെ വർദ്ധിപ്പിക്കുവാൻ, സമൃദ്ധിയായ ജീവൻ നമുക്ക് ലഭിക്കുവാനുള്ള മാർഗം ദൈവവചനം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ജീവനാകുന്നു. കർത്താവിൻ്റെ കൽപ്പനകളെ ആചരിക്കുവാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുക മാത്രമല്ല, 119 സങ്കീർത്തനം 11 വാക്യത്തിൽ നമ്മളിങ്ങനെ പഠിക്കുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിക്കുമ്പോൾ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അവ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്ന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ സഹായകമാകുന്നു. സമൂഹ ജീവിതത്തിൽ നമുക്ക് തമ്മിലുള്ള ബന്ധങ്ങളിൽ വിടവുകൾ വരുമ്പോൾ പരസ്പരം പഴിചാരി ഓരോരുത്തരും അവരവരുടെ ഭാഗം ജയിക്കുവാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് പ്രതികാര ചിന്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധാരണയായി ഉണ്ടാകാറുണ്ട്. ആ പ്രതികാര ചിന്ത ഉയർന്നു വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ നിയന്ത്രിക്കുന്നത്, നിന്നെ ഉപദ്രവിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ശപിക്കാതെ അവരെ അനുഗ്രഹിപ്പിൻ എന്നുള്ള ദൈവവചനം എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുള്ളത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുവാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ദൈവവചനം ഹൃദയസ്ഥമാക്കുക. ശമൂവേൽ ബാലൻ അന്ന് വരെ ദൈവം അവന് പ്രത്യക്ഷനാകുന്നത് വരെ യഹോവയെ അറിഞ്ഞില്ല. എന്തൊരു വിരോധാഭാസമല്ലേ? ദൈവഭവനത്തിൽ വളരുന്ന പൈതൽ, ദൈവത്തിനായി നൽകുവാൻ അമ്മ നേർന്ന ഒരു പൈതൽ, ഒരു പുരോഹിതൻ്റെ കീഴിൽ ജീവിതം കൊണ്ടുപോകുന്ന ഒരു പൈതൽ, അവൻ ദൈവത്തെ അറിഞ്ഞില്ല. ഇന്നും നമ്മുടെ ദൈവഭവനങ്ങളെ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തെ മാനിക്കുന്നവരുമായി ദൈവഭവനത്തിലുള്ള അംഗങ്ങൾ തീരുവാൻ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ആത്മശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ജീവിക്കുന്നത് ദൈവഭവനത്തിൽ നല്ല നല്ല
പോളിസികൾ അവിടെയൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തെ അറിയുന്നുണ്ടോ? ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഏലി പുരോഹിതൻ മക്കളോട് പറയുന്നത് പോലെ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആരപേക്ഷിക്കും? ദൈവഭവനത്തിൽ വസിച്ചുകൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങൾ പലപ്പോഴും ദൈവത്തോടാണ്. അത് നാം മനസ്സിലാക്കി പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണിയും ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ നാം ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ദൈവഭവനത്തിൽ വസിക്കുന്ന ശമൂവേൽ ബാലൻ, ആ ബാലനെ ദൈവം വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആദ്യത്തെ 8 വാക്യങ്ങളിൽ ശമൂവേൽ ബാലനെ ദൈവം 3 പ്രാവശ്യം വിളിക്കുന്നു. ശമൂവേലേ എന്ന് വിളിക്കുന്നു. ദൈവം വിളിക്കുന്നു എന്നൊരു ചിന്ത ശമൂവേൽ ബാലൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏലി പുരോഹിതനാണ് തന്നെ വിളിക്കുന്നത് എന്ന് കരുതി പുരോഹിതൻ്റെ അടുക്ക് ഓടിച്ചെല്ലുക. അടിയനെ വിളിച്ചുവല്ലോ, എന്തിനെ വിളിച്ചു? വളരെ താഴ്മയോടെ വിനയത്തോടെ അധികാരിയോട് ഇടപെടുന്ന ഒരു ബാലൻ. എല്ലാ സദ്ഗുണങ്ങളും ശമൂവേൽ ബാലനിൽ വിളങ്ങിയിരുന്നു. എന്നാൽ ദൈവത്തെ അറിയുവാൻ അവന് അവസരം നൽകിയില്ല. ഏലി പുരോഹിതൻ ബാലനെ വിളിക്കാഞ്ഞതുകൊണ്ട് 2 പ്രാവശ്യം പുരോഹിതൻ പറഞ്ഞ്, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നോ മോനെ. അത് കഴിഞ്ഞും 2-ാം പ്രാവശ്യം പുരോഹിതന് മനസ്സിലായി, ഇനിയും ദൈവം നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുവെന്ന് പറയണം എന്ന് പറഞ്ഞു. ഏലി പുരോഹിതൻ ബാലനോട് പറഞ്ഞത് ഇങ്ങനെ പറയണം, യഹോവേ അരുളി 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം ശമൂവേലിനെ വിളിച്ചപ്പോൾ ശമൂവേൽ പ്രത്യുത്തരം പറഞ്ഞത് 10-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ നാമം അവന് ശമൂവേലിന് അന്ന് വരെ പരിചിതമല്ലാത്ത കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളത് ഓർത്തിരിക്കുകയില്ല എന്ന് നമുക്ക് ഓർക്കാം. നിത്യം അത് പറഞ്ഞെങ്കിൽ മാത്രമേ, നിത്യം ദൈവത്തെ പരിചയപ്പെടുത്തിയെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുകയും ഭയപ്പെടുകയും ചെയ്യുകയുള്ളൂ. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന മക്കൾ ദൈവത്തെ അറിയുന്നവരായി, ദൈവത്തെ മാനിക്കുന്നവരായി, ദൈവത്തോട് പാപം ചെയ്യാതെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ നമുക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ. നമ്മുടെ വളർന്നു വരുന്ന തലമുറയോടുകൂടെ ദൈവം കൂടെയുണ്ടായിരിക്കുവാൻ, അവർ ദൈവശബ്ദം മനസ്സിലാക്കുവാൻ, ദൈവഹിതം മനസ്സിലാക്കുവാൻ ദൈവം അവർക്ക് സഹായിക്കണമേ. നമ്മുടെ ശോഭനമായ ഒരു ഭാവി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം.